കാലം കടന്നു വന്ന എല്ലാ ദൈവമക്കൾക്കും യേശുക്രിസ്തുവിന്റെ നിസ്തുല്യവും ധന്യവുമായ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഒരു ചെറിയ ചിന്ത നിങ്ങളുമായി പങ്കുവെച്ച് പ്രാർത്ഥിപ്പാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. കർത്താവ് അതിനായി നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം അതിന്റെ 23-ാമത്തെ വാക്യമാണ് ഇന്ന് പകൽക്കാലം ചിന്തയ്ക്ക് ആധാരമായി പരിശുദ്ധാത്മാവ് എടുപ്പിച്ച വാക്യം. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം അതിന്റെ 23-ാമത്തെ വാക്യം വായിച്ചോ. ശിഷ്യന്മാരിൽ വെച്ച് യേശു സ്നേഹിച്ച ഒരുത്തൻ യേശുവിന്റെ മാർവിടത്ത് ചാരിക്കൊണ്ടിരുന്നു. സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 23-ാമത്തെ ഭാഗമാണ് നാം വായിച്ചു കേട്ടത്. യോഹന്നാൻ അപ്പോസ്തലനെ കുറിച്ചാണ് ഇന്ന് പകലിൽ നാം ചിന്തിക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നത്. ചില നിമിഷങ്ങൾ ദൈവസന്നിധിയിൽ വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കണം. ഈ പകൽ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുമാറാകട്ടെ. യോഹന്നാൻ അപ്പോസ്തലനെ കുറിച്ച് തിരുവചനം ഉടനീളം നാം പഠിക്കുമ്പോൾ യേശു കർത്താവിന്റെ ശിഷ്യന്മാരിൽ ഒരുവനായിരുന്നു യോഹന്നാൻ. പുതിയ നിയമസഭയെ സംബന്ധിച്ച് സുവിശേഷങ്ങളായും ലേഖനങ്ങളായും പ്രവചന പുസ്തകവുമായും യോഹന്നാൻ സമ്മാനിച്ചിരിക്കുന്നത് നിരവധി പുസ്തകങ്ങളും ലേഖനങ്ങളും പ്രവചന പുസ്തകങ്ങളും സുവിശേഷങ്ങളും നമുക്ക് കാണുവാൻ സാധിക്കും. യോഹന്നാനെ കുറിച്ച് തിരുവചനം പറയുന്നത് സ്നേഹത്തിന്റെ അപ്പോസ്തലൻ എന്നാണ് യോഹന്നാനെ കുറിച്ച് തിരുവചനം പറയുന്നത്. സ്നേഹത്തെ പറ്റി ഏറ്റവും കൂടുതൽ വ്യക്തമായി എഴുതിയ ഒരു ശിഷ്യനും കൂടിയായിരുന്നു യേശുവിന്റെ ശിഷ്യനായിരിക്കുന്ന യോഹന്നാൻ. യോഹന്നാൻ അപ്പോസ്തലൻ എഴുതിയ ഒരു വേദഭാഗത്തിന്റെ ഒരു ഭാഗമാണ് നാം വായിച്ചു കേട്ടത്. ശിഷ്യന്മാരിൽ വെച്ച് യേശു സ്നേഹിച്ച ഒരുത്തൻ യേശുവിന്റെ മാർവിടത്ത് ചാരിക്കൊണ്ടിരുന്നു. യേശു ഏറ്റവും സ്നേഹിച്ച, ഏറ്റവും അധികമായി സ്നേഹിച്ച ശിഷ്യന്മാരിൽ ഒരുവൻ എന്ന് വേണമെങ്കിൽ പറയാം. യോഹന്നാന്റെ സുവിശേഷത്തിലെ ഈ പദം കാണുവാൻ നമ്മൾക്ക് സാധിക്കുകയുള്ളൂ. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയാം, യേശുവിന്റെ മാർവിൽ ചാരിക്കിടന്നെങ്കിൽ മാത്രമേ ദൈവത്തിന്റെ സ്നേഹം അനുഭവിച്ചറിയുവാൻ, ദൈവഹൃദയത്തിന്റെ താല്പര്യം എന്താണെന്ന് തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് മറന്നു പോകരുത്, തിരുഹൃദയത്തിന്റെ താല്പര്യം അറിയുവാൻ കർത്താവ് നമ്മെ സഹായിക്കണം. പഴയ നിയമത്തിൽ ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. അത് പഴയ നിയമത്തിന്റെ വേർഷൻ. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യോഹന്നാൻ യേശുവിന്റെ മാർവോട് ചേർന്ന് കിടന്നു. പഴയ നിയമത്തിൽ കൂടെ നടന്നാൽ മതിയെങ്കിൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അവന്റെ മാർവോട് ചാരിക്കിടക്കണം. അവൻ പഴയ നിയമത്തിൽ കൂടെ നടക്കുമ്പോൾ ദൈവം പറഞ്ഞു കൊടുക്കുന്ന ചില കാര്യങ്ങളുണ്ട്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ദൈവം പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളല്ല, അതിലപ്പുറമായി ദൈവഹൃദയത്തിൽ നിന്നും വെളിപ്പെട്ടു വരുന്നത് ആമേൻ യേശു പറയുന്നതിനു മുമ്പേ തിരിച്ചറിയാൻ കഴിയുന്ന ഒരാത്മീക ബന്ധമാണ് അവിടെ കാണുവാനായി സാധിക്കുന്നത്. അതുകൊണ്ട് മറന്നു പോകരുത്, ആമേൻ യേശുവിന്റെ സ്നേഹത്തിൽ നാം ആയിരിക്കാൻ ആമേൻ ശ്രദ്ധിക്കുക. അതുകൊണ്ടാണ് യേശു കർത്താവ് പത്രോസിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, വാസ്തവമായും നീ എന്നെ സ്നേഹിക്കുന്നുവോ? ഉപകർത്താവേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. അടുത്ത പദം വീണ്ടും ആവർത്തിക്കുക, വാസ്തവമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ? ഉപകർത്താവേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. മൂന്നാമത് അവനോട് ചോദിച്ചപ്പോഴാണ് അവന്റെ കണ്ണുകൾ തുറക്കപ്പെട്ടത്. അപ്പോഴാണ് ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ അവന് മനസ്സിലായത് ഗുരു എന്തുകൊണ്ടാണ് ചോദിക്കുന്നത് എന്ന് മനസ്സിലാക്കുവാൻ ഇടപറ്റിയത്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കുക. യേശു ഏറ്റവും അധികം, അല്ലെങ്കിൽ യേശുവിന്റെ സ്നേഹത്തെ തിരിച്ചറിഞ്ഞ ശിഷ്യന്മാരിൽ ഒരുവൻ. മറ്റുള്ളവരെ സ്നേഹിച്ചില്ല എന്നല്ല, മറിച്ച് മറ്റുള്ളവരോടും യേശുവിന് സ്നേഹമായിരുന്നു. എന്നാൽ യോഹന്നാനെ സംബന്ധിച്ച് അവന്റെ മാർവോട് ചാരിക്കിടന്നുകൊണ്ട് ഹൃദയത്തിന്റെ സ്പന്ദനങ്ങളെ, ദൈവസ്നേഹത്തിന്റെ ആഴങ്ങളെ അറിയാൻ കഴിയുന്നവനായിരുന്നു യോഹന്നാൻ. ഞാൻ പറയും, യേശു സ്നേഹിച്ചു, യേശുവിനാൽ സ്നേഹിക്കപ്പെട്ടവനായിരുന്നു. എന്നാൽ അതുപോലെ തന്നെ തിരിച്ചും യോഹന്നാൻ യേശുവിനെ സ്നേഹിച്ചിരുന്നു. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ഈ പ്രാരംഭ മാസത്തിന്റെ ആദ്യ ദിവസം തന്നെ ദൈവാത്മാവ് പറയുക, യേശുവിനെ ഈ ദിവസങ്ങളിൽ അധികമായി സ്നേഹിപ്പാൻ, യേശുവിന്റെ സ്നേഹം എന്താണെന്ന് മനസ്സിലാക്കുവാൻ, തിരിച്ചറിയുവാൻ ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഇടവരുത്തട്ടെ. അപ്പം യേശുവിന്റെ സ്നേഹത്തിലേക്ക്, യേശുവിന്റെ സ്നേഹത്തിന്റെ ആഴങ്ങളിലേക്ക് അവൻ ഈ ദിവസങ്ങളിൽ നമ്മൾ കടന്നു വരുവാൻ ദൈവാത്മാവ് ആഹ്വാനം ചെയ്യുക. യേശുവിന്റെ സ്നേഹത്തിന്റെ ആഴങ്ങളിലേക്ക് കടന്നു വന്നാൽ എന്താണ് പ്രയോജനം? ഒറ്റ കാര്യം, ദൈവശബ്ദം തുടർമാനമായി നിനക്ക് കേൾക്കുവാൻ സാധിക്കും. ദൈവം സംസാരിക്കുന്നതിന് മുമ്പേ ദൈവഹൃദയത്തിന്റെ താല്പര്യങ്ങൾ എന്താണെന്ന് നിനക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഇന്ന് പകൽക്കാലം
അങ്ങനെ ഒരു തലമുറയെ ദൈവത്തിന് ആവശ്യമാണ്. ദൈവത്തിന്റെ മാർവോട് ചേർന്ന് കിടന്നുകൊണ്ട് ദൈവഹൃദയത്തിന്റെ താല്പര്യങ്ങളെ അറിയുന്ന ഒരു തലമുറയെ ഈ പകൽക്കാലം പരിശുദ്ധാത്മാവ് അന്വേഷിക്കുകയാണ്. ഒരു തലമുറ അങ്ങനെ എഴുന്നേറ്റ് വരട്ടെ. അവന്റെ മാർവോട് ചേർന്ന് കിടന്നുകൊണ്ട് തിരുഹൃദയത്തിന്റെ താല്പര്യങ്ങൾ എന്താണെന്ന് അവൻ ചിന്തിച്ചറിയാൻ കഴിയുന്ന വിധത്തിൽ പരിശുദ്ധാത്മാവ് ഒരു തലമുറയെ ഈ ദിവസങ്ങളിൽ എഴുന്നേൽപ്പിക്കുമാറാകട്ടെ. അപ്പം യേശു ഏറ്റവും അധികം സ്നേഹിച്ചിരുന്നു യോഹന്നാനെ. കാരണം മറ്റുള്ള ശിഷ്യന്മാരിൽ വെച്ച് ഏറ്റവും വ്യത്യസ്തനായിരുന്നു. യേശുവിന്റെ സ്നേഹത്തിൽ വസിച്ചിരുന്ന, അല്ലെങ്കിൽ യേശുവിനെ സ്നേഹിച്ചിരുന്ന ഒരു ശിഷ്യൻ കണ്ടോ. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ ഒരു ഭാഗത്തിൽ തന്റെ ലേഖനങ്ങളിൽ പ്രകാരം പറയുന്നു, ഉയരത്തിനോ ആഴത്തിനോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ നഗ്നതയ്ക്കോ പട്ടിണിക്കോ വാളിനോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ സ്തോത്രം ഉയരത്തിനോ ആഴത്തിനോ ദൂതന്മാർക്കോ മറ്റ് യാതൊരു സൃഷ്ടിക്കും ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുവാൻ കഴിയുകയില്ല. എഫെസോസിലെ യോഹന്നാൻ എഴുതുമ്പോഴും യോഹന്നാൻ ആ വെളിപ്പാട് പുസ്തകം പ്രവചന പുസ്തകം എഴുതുമ്പോഴും യോഹന്നാൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. സഭയെ കുറിച്ച് ഒരു കുറ്റം പറവാനുണ്ട്. കുറ്റമല്ല, സഭയെ കുറിച്ച് ഒരു കുറവ് പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുന്നു. ആ കുറവ് ഇതാണ്, ആദ്യ സ്നേഹത്തിൽ നിന്ന് വിട്ടുതിരിഞ്ഞു പോയി. ഇന്ന് പകൽ ദൈവാത്മാവ് ഓർമ്മിപ്പിക്കുകയാണ്, ക്രിസ്തുവിലുള്ള ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങി വരുവാൻ ദൈവാത്മാവ് ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ ആദ്യത്തെ പ്രാർത്ഥനയിലേക്ക്, ആദ്യത്തെ ആരാധനയിലേക്ക്, ആദ്യത്തെ ദൈവത്തെ സ്നേഹിച്ച ആ എരിവിലേക്ക്, ആ ആത്മീക തീഷ്ണതയിലേക്ക് ഇന്ന് പകൽക്കാലം കടന്നു വരാൻ ദൈവാത്മാവ് ആഗ്രഹിക്കുക. ദൈവാത്മാവിന് നിന്നോട് സംസാരിക്കണം. അനേകം വിശ്വസ്തന്മാർ അവിശ്വസ്തന്മാരായി തീർന്നുകൊണ്ടിരിക്കുന്ന ഈ കാലയളവിൽ പരിശുദ്ധാത്മാവ് പറയുക, എനിക്ക് നിന്നോട് ചിലത് ഹൃദ്യമായി സംസാരിക്കാനുണ്ട്, എനിക്ക് നിന്നോട് ഇടപെടുവാനുണ്ട്. അകലത്ത് നിന്നാൽ എന്റെ ശബ്ദം കേൾക്കുവാൻ നിനക്ക് കഴിയത്തില്ല. കൂടെ നടന്നാൽ ഒരുപക്ഷെ എനിക്കെല്ലാം നിന്നോട് സംസാരിക്കണം എന്ന് വരികയില്ല. പക്ഷേ എന്റെ മാർവോട് ചേർന്ന് കിടന്ന ഏറ്റവും അടുത്ത എന്നോട് ചേർന്നിരുന്നാൽ നിശ്ചയമായിട്ടും ദൈവസ്നേഹത്തിന്റെ ആഴങ്ങൾ തിരിച്ചറിയുവാനും അകത്തളങ്ങളിൽ വലിയ സൗഖ്യങ്ങൾ വെളിപ്പെടുവാനും പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം നമ്മെ സഹായിക്കും. അപ്പൊ ശിഷ്യന്മാരിൽ വെച്ച് യേശു സ്നേഹിച്ച ഒരുത്തൻ യേശുവിന്റെ മാർവിടത്ത് ചേർന്ന് കിടക്കുകയാണ്. യോഹന്നാന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഏതാണ്? ക്രിസ്തുവിന്റെ മാർവോട് ചേർന്ന് കിടന്ന് തിരുഹൃദയത്തിന്റെ രഹസ്യങ്ങൾ തിരിച്ചറിയണം. ഞാൻ പലപ്പോഴും ചിന്തിക്കും, യോഹന്നാനെ കൊണ്ട് വെളിപ്പാട് പുസ്തകം പ്രവചന പുസ്തകം സഭയ്ക്ക് കൈമാറാനുള്ള പ്രധാനപ്പെട്ട കാരണം, യോഹന്നാനെ തിരഞ്ഞെടുക്കുവാനുള്ള പ്രധാനപ്പെട്ട കാരണം മറ്റൊന്നുമല്ല, അവന്റെ ഹൃദയത്തിന്റെ താല്പര്യം അറിഞ്ഞവനാണ്. പ്രിയരെ, ഞാൻ നിങ്ങളോട് പറയാം, പ്രതിസന്ധി വന്നപ്പോൾ 11 ഓടി ഒളിക്കപ്പെട്ടപ്പോൾ ഒരുവൻ മാത്രമാണ് അവന്റെ ക്രൂശിനോട് ചേർന്ന് നിന്നത്. ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് പറയാം, കൂടെ നടക്കുന്നവൻ ഇട്ടേച്ചു പോയേക്കാം, പക്ഷെ മാർബോട് ചാരിക്കിടക്കുന്നവൻ ദൈവത്തിന്റെ ഹൃദയത്തിന്റെ താല്പര്യത്തെ അറിഞ്ഞുകൊണ്ട് വിട്ടുപിരിയാൻ കഴിയാത്ത ഒരു ആത്മബന്ധത്തിലേക്ക് കടന്നു വരുവാനിടയായിത്തീരും. പ്രിയരെ, കൂടെ നടന്നവൻ ഒറ്റിക്കൊടുത്തപ്പോൾ, കൂടെ നടന്നവൻ കെട്ടിനാണ് ചത്തുകളഞ്ഞപ്പോൾ, ദൈവം മാർബോട് ചേർന്ന് കിടന്നവന്റെ അകത്തു നിന്നും ദൈവം ചില ചുരുളുകളെ അഴിക്കുകയാ. ഇന്ന് മകൻ പരിശുദ്ധാത്മാവ് ആലോചന അറിയിക്കുകയാ, അവന്റെ മാർബോട് ചേർന്ന് കിടക്കാമെങ്കിൽ നിന്റെ അകത്ത് ദൈവം പകരപ്പെട്ട കൃപാവരങ്ങളുടെ, ദൈവം പകരപ്പെട്ട വെളിപ്പാടുകളുടെ ചുരുളുകളെ ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിന് അഴിക്കാൻ പദ്ധതിയുണ്ടെന്ന് ദൈവാത്മാവ് ഇടപെടുക. ഇന്ന് മകൻ വിശ്വസിച്ചാട്ടെ, നിന്റെ അകത്തു നിന്നും രോഗശാന്തിയുടെ നദി ഒഴുകണം, നിന്റെ അകത്തു നിന്നും ദൈവകൃപയുടെ നദി ഒഴുകണം, നിന്റെ അകത്തു നിന്നും ദൈവസ്നേഹത്തിന്റെ നദി ഒഴുകണം, നിന്റെ അകത്തു നിന്നും ദൈവിക പ്രവർത്തികളുടെ നദി ഒഴുകണം. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് അതിനായി ആഗ്രഹിക്കുകയാണ്. അങ്ങനെ ആ നദി ഒഴുകാൻ തുടങ്ങിയാൽ നിശ്ചയമായിട്ടും ചില ദൈവപ്രവർത്തികൾ കാണുവാൻ ഇടയാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേർ അത് വിശ്വസിക്കുന്നു? പരിശുദ്ധാത്മാവതാണ് പറയുന്നത്. യേശു ഏറ്റവും അധികമായി സ്നേഹിച്ച ശിഷ്യന്മാരിൽ വെച്ച് യേശു സ്നേഹിച്ച കർത്താവിന്റെ സ്നേഹത്തെ പിടിച്ചു പറ്റുന്നവരായിത്തീരും. അനേകർ യേശുവിന്റെ സ്നേഹത്തെ തിരിച്ചറിയാതോടുമ്പോൾ, അനേകർ യേശുവിന്റെ സ്നേഹത്തിൽ നിന്നും അകന്നോടുമ്പോൾ, ഇന്ന് പകൽക്കാലം തിരിച്ചറിയാതെയും അകന്നുമല്ല ഓടേണ്ടത്, അവനോട് ചേർന്ന് കിടന്നുകൊണ്ട് ആത്മീക ജീവിതം നയിപ്പാൻ ദൈവം നമ്മളെ ഇടയാക്കട്ടെ. ഞാൻ നിങ്ങളോട് പറയാം, കൂടെ നടന്നവൻ പ്രതിസന്ധി
വന്നപ്പോൾ ഇട്ടേച്ചു പോയി. ഗെത്സമനെ മുതൽ കാൽവരി വരെ അല്ലല്ലല്ല, മറിച്ച് അവൻ ഉയർക്കുന്നത് വരെ അവനോട് ചേർന്ന് കിടന്ന് അവനോട് ചേർന്നിരുന്ന ആ ഒരു വലിയ ദൈവപ്രവൃത്തി സ്തോത്രം വിട്ടുപിരിയാതെ ആ ദൈവസ്നേഹത്തിന്റെ ആഴങ്ങളിലേക്ക് ദൈവാത്മാവ് ഇടപെട്ട ആ വിധങ്ങൾ ഇന്ന് പകൽ മറന്നു പോകരുത്. ദൈവത്തിന് ചിലത് സംസാരിക്കുവാനുണ്ട്, ദൈവത്തിന് ചിലത് സംസാരിക്കാനുണ്ട്, ദൈവത്തിന് ചിലത് ഇടപെടുവാനുണ്ട്. പരിശുദ്ധാത്മാവ് അതിനായി നിങ്ങളെ സഹായിക്കട്ടെ. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത് അതാണ്. ദൈവത്തിന് ചിലത് ഇടപെടാനുണ്ട്. കൂടെ നടന്നവർ യേശുവിനെ ക്രൂശിക്കാൻ പോയപ്പോൾ പരാഗിയും ആണയിട്ട് ഓടി ഒളിച്ചപ്പോൾ പഴയ പണിക്ക് പോയപ്പോൾ മാറോട് ചേർന്ന് കിടന്നവൻ പറയാ, ഇല്ല ഇല്ല ഇല്ല, ഞാൻ അവന്റെ കൂടെയല്ല. അവന്റെ ഹൃദയത്തിന്റെ സ്പന്ദനം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഞാൻ ഓടിയത്. എനിക്ക് അവനെ വിട്ടുപിരിയാൻ കഴിയത്തില്ല. വിട്ടുപിരിയാൻ കഴിയാത്ത ഒരാത്മബന്ധത്തിലേക്ക് നീ കടന്നു വരുവാൻ തയ്യാറാകണമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം ഓർമ്മിപ്പിക്കാം. മത്തായി എഴുതിയ സുവിശേഷം 17-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. മത്തായി എഴുതിയ സുവിശേഷം 17-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം. ആറ് ദിവസം കഴിഞ്ഞ ശേഷം യേശു പത്രോസിനെയും യാക്കോബിനെയും അവന്റെ സഹോദരനായ യോഹന്നാനെയും കൂട്ടി ഒരു ഉയർന്ന മലയിലേക്ക് കൊണ്ടുപോയി. മറുരൂപ മലയിലും ഗെത്സമനയിലും സംഭവിച്ച കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. മറുരൂപ മലയിലെ കാര്യമാണ് മത്തായി എഴുതിയ സുവിശേഷം 17-ാം അധ്യായം 1-ാം വാക്യത്തിൽ നാം വായിച്ചത്. ഒരുപാട് ശിഷ്യന്മാരുണ്ടെങ്കിലും തേജസ്കരിക്കപ്പെടുവാൻ അല്ലെങ്കിൽ തേജസ്കരണം കാണുവാൻ, മറുരൂപം മലയിൽ രൂപാന്തരപ്പെടുന്നത് കാണുവാൻ സ്തോത്രം കൃപ ചെയ്ത ശിഷ്യന്മാരാണ് സ്തോത്രം ഈ വായിച്ച ശിഷ്യന്മാർ. 1 പത്രോസ്, 2 യാക്കോബ്, 3 അവന്റെ സഹോദരനായ യോഹന്നാൻ. ഇവരെ 3 പേരെയും കൂട്ടി യേശു ധരിച്ച് സ്തോത്രം മലയിലേക്ക് കയറിക്കൊണ്ടുപോവുക എന്ന് പറഞ്ഞാൽ മറ്റാരും കാണാത്ത ചില കാര്യങ്ങൾ കാണുവാൻ ദൈവാത്മാവ് കൂട്ടിക്കൊണ്ടുപോവുക. ഇന്ന് പകൽ ദൈവാത്മാവ് ഇടപെടുക. സ്തോത്രം കൂടെ നടക്കുന്നവൻ ഓടി ഒളിച്ചാൽ മാറവോട് ചേർന്ന് കിടക്കുന്നവൻ മറ്റാരും കാണാത്ത ചില വെളിപ്പാടുകൾ കാണുവാൻ ദൈവം അവനെ കൂട്ടിക്കൊണ്ടുപോകും. ഇന്ന് പകൽ പരിശുദ്ധാത്മാവോട് ഇടപെടുന്നു. അവരോട് ചേർന്ന് കിടന്നാൽ, തിരുഹൃദയത്തോട് ചേർന്ന് കിടന്നാൽ ദൈവത്തിന് നിന്നെ ഉപയോഗിക്കാൻ പദ്ധതിയുണ്ട്. ദൈവത്തിന് നിന്നോട് ആഴമായി ഇടപെടുവാൻ പദ്ധതിയുണ്ട്. മറ്റുള്ളവർക്ക് വെളിപ്പാടുകൾ കൈമാറിയതിനേക്കാൾ അപ്പുറമായി, മറ്റുള്ളവരോട് ദൈവം സംസാരിക്കുന്നതിനേക്കാൾ അപ്പുറമായി, മറ്റുള്ളവരോട് ദൈവം ഇടപെടുന്നതിനേക്കാൾ അപ്പുറമായി ദൈവത്തിന് ചില കാര്യങ്ങൾ വ്യക്തമായി നിന്നെ കാണിച്ചു തരാൻ പദ്ധതിയുണ്ടെന്ന് ഇന്ന് പകൽ ദൈവാത്മാവ് ഇടപെടുകയെ കണ്ടോ. തിരസ്കരണം കാണുവാൻ, സ്തോത്രം രൂപാന്തരപ്പെടുന്നത് കാണുവാൻ, മറുരൂപമലയിലെ രൂപാന്തരപ്പെടുന്നത് കാണുവാൻ പരിശുദ്ധാത്മാവ് യോഹന്നാനെ സഹായിച്ചു. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയാം, രൂപാന്തരപ്പെടുമ്പോൾ യേശുവിന്റെ കൂടെ നിന്നുകൊണ്ട് തെരഞ്ഞെടുക്കപ്പെട്ടവരിൽ ഒരാളായി തീരുവാൻ ദൈവം സഹായിച്ചെങ്കിൽ ഇന്ന് പകൽ ആലോചന കൈമാറുകയാണ്. അവന്റെ മാർവോട് ചേർന്ന് കിടന്നാൽ കാഹളം ധരിക്കുമ്പോൾ നീ കൈവിടപ്പെട്ടു പോകില്ല, മറിച്ച് അവരോട് ചേർന്ന് സകല വിശുദ്ധന്മാരോടും കൂടി ചേർന്ന് ദൈവസന്നിധിയിൽ രൂപാന്തരപ്പെടുവാൻ ഇടയായി തീരുമെന്നുള്ളത് മറന്നു പോകരുത്. യോഹന്നാനെ മറുരൂപമലയിൽ വെച്ച് സ്തോത്രം ഒരു ട്രാൻസ്ഫിഗറേഷൻ കാണിച്ചെങ്കിൽ, ഒരു രൂപാന്തരപ്പെടുന്നത് കാണിച്ചെങ്കിൽ, ഇന്ന് പകൽ അവനെ സ്നേഹിക്കുന്ന ദൈവജനത്തോട് പരിശുദ്ധാത്മ പറയുക, തന്നെ കാത്തിരിക്കുന്ന വിശുദ്ധന്മാരെ ചേർപ്പാൻ മണവാളൻ ആകാശമേഘങ്ങളിൽ കാഹളത്തിന്റെ ധ്വനിയോടുകൂടി ഇറങ്ങി വരുമ്പോൾ ഇന്ന് പകൽക്കാലം ദൈവത്തെ സ്നേഹിക്കുന്ന ദൈവജനമേ, നിങ്ങളും അവരോടുകൂടി പറന്നു പോകുമെന്നുള്ള കാര്യത്തിൽ മറന്നു പോകരുത്. ഇന്ന് പകൽക്കാലം ഈ ഭൂമിയിലുള്ള താൽക്കാലികമായ കാര്യങ്ങൾക്ക് വേണ്ടിയല്ല ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്, ഒരു രൂപാന്തരത്തിന് വേണ്ടിയാ. ഇന്ന് പകൽ എത്ര വിശ്വസിക്കുന്നത് ഒരു രൂപാന്തരത്തിന് വേണ്ടിയാണ് ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത്. ഇതുപോലെ അകത്തളം കത്തുകൊണ്ട് ഒരു രൂപാന്തരത്തിന് വേണ്ടിയാ ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത്. ഒരു രൂപാന്തരം നടന്നു കഴിഞ്ഞു. എന്താ? പാപ സ്വഭാവങ്ങളിൽ നിന്നുള്ള ഒരു രൂപാന്തരം നടന്നു കഴിഞ്ഞു. രണ്ടാമത് ഒരു രൂപാന്തരം വെളിപ്പെടും. അവൻ മണവാളനോട് കൂടി മണിയറയിലേക്ക് പ്രവേശിക്കുന്ന അല്പസമയങ്ങൾ ദൈവശക്തി വ്യാപരിക്കുന്നു. ദൈവശക്തി വ്യാപരിക്കുന്നു. മണവാളനോട് കൂടി
കാത്തിരിക്കുന്ന വിശുദ്ധ, നിനക്കൊരു രൂപാന്തരമുണ്ട്. കാത്തിരിക്കുന്ന ദൈവജനമേ, നിനക്കൊരു രൂപാന്തരമുണ്ട്. അവൻ കാത്തിരിക്കാത്തവർ അവൻ ലജ്ജിതരായി തീരും. കാത്തിരിക്കാത്തവർ നിത്യമായ ലജ്ജയ്ക്കും നിന്നയ്ക്കും അപമാനത്തിനും വിജയത്തിനും. എന്നാൽ കാത്തിരിക്കുന്ന നീ മണവാളനോട് കൂടെ മണിയറയിൽ പ്രവേശിക്കുമെന്ന്. പരിശുദ്ധാത്മാവേ നന്ദി പറയുന്നു. ഹല്ലേലൂയ. ആമേൻ, ആമേൻ, ആമേൻ. യേശുവിന്റെ ഒന്നാമത്തെ പദം, ആമേൻ, ആമേൻ. യോഹന്നാൻ അപ്പോസ്തലനുമായി ബന്ധപ്പെട്ട് ഒന്നാമത്തെ പദം, നീ യേശുവിനെ സ്നേഹിക്കുന്നവനാകണം. 2, യേശുവിനെ സ്നേഹിക്കുന്നവരായാൽ അസാധാരണമായ കാഴ്ചകൾ ദൈവം നിന്നെ കാണിക്കും. മറ്റാരെയും കാണിക്കാത്ത ചില കാര്യങ്ങൾ ദൈവം നിനക്ക് വെളിപ്പെടുത്തി തരും. ഇന്ന് പകൽ മറന്നു പോകരുത്, ദൈവത്തെ സ്നേഹിക്കാൻ തയ്യാറാകണം. ഇന്ന് ദൈവത്തെ സ്നേഹിപ്പാൻ ആരുമില്ല. ദൈവത്തെ സ്നേഹിക്കുന്നവന് പാപം ചെയ്യാൻ കഴിയത്തില്ല. ദൈവത്തെ സ്നേഹിക്കുന്നവന് അവന്റെ കൽപ്പനകൾ പ്രമാണിക്കാൻ മാത്രമേ കഴിയത്തുള്ളൂ. ദൈവത്തെ സ്നേഹിക്കുന്നവന് ദൈവഹിത പ്രകാരമേ പോരാടാൻ കഴിയത്തുള്ളൂ. ദൈവത്തെ സ്നേഹിക്കുന്നവന് ദൈവത്തിന്റെ ശബ്ദം നന്നായി തിരിച്ചറിയാൻ കഴിയും. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്കും സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. ദൈവത്തെ സ്നേഹിപ്പാൻ നീ തയ്യാറായാൽ സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്ന നിന്റെ ജീവിതത്തിൽ രോഗമുണ്ടായിരിക്കാം, നിന്റെ ജീവിതത്തിൽ കടഭാരം ഉണ്ടായിരിക്കാം, പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉണ്ടായിരിക്കാം, നീണ്ട വർഷങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാവിഷയം ഉണ്ടായിരിക്കാം. എന്നാൽ ഇന്ന് മുതൽ പരിശുദ്ധാത്മ പ്രവചിക്കുക, ദൈവത്തെ സ്നേഹിപ്പാൻ നീ തയ്യാറാണെങ്കിൽ നിന്റെ കഷ്ടങ്ങൾ നിനക്കൊരു നന്മയായി പരിണമിക്കും. നിന്റെ വേദനകൾ നിനക്കൊരു നന്മയായി പരിണമിക്കും. നാളുകളായി പ്രാർത്ഥിക്കുന്ന വിഷയം നിനക്കൊരു നന്മയായി, നിനക്കൊരു നന്മയായി, നിനക്കൊരു നന്മയായി, നിനക്കൊരു നന്മയായി, നിനക്കൊരു നന്മയായി. ദൈവജനമേ, ഇന്നലകൾ കരുതത് നിനക്കൊരു നന്മയായി വെളിപ്പെടാൻ പോകുക. ഇന്നലകൾ ഉറക്കം വെച്ചത് നിനക്കൊരു നന്മയായി വെളിപ്പെടാൻ പോകുക. ഇന്നലകൾ പ്രാർത്ഥിച്ചത് നിനക്കൊരു നന്മയായി, ഒരു നന്മയായി വെളിപ്പെടാൻ പോകുക. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 37-ാം വാക്യം വായിക്കാമോ? മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 37-ാമത്തെ വാക്യം. ഇവിടെ ഇരിപ്പീൻ എന്ന് പറഞ്ഞു. പത്രോസിനെയും സെബദി പുത്രന്മാർ ഇരുവരെയും കൂട്ടിക്കൊണ്ടു ചെന്നു ദുഃഖിച്ചും വ്യാകുലപ്പെട്ടും തുടങ്ങി. കേട്ടോ, ഇവിടെ ഇരിപ്പീൻ എന്ന് പറഞ്ഞിട്ട് പത്രോസിനെയും സെബദി പുത്രന്മാർ ഇരുവരെയും കൂട്ടിക്കൊണ്ട് ദുഃഖിച്ചും വ്യാകുലപ്പെട്ടും തുടങ്ങി. ഇവിടെ ഇരിപ്പീൻ എന്ന് ആരാ പറഞ്ഞെന്നറിയാമോ? യേശു കർത്താവ്. അതെവിടെയാണെന്നറിയാമോ? ഗെത്സമന തോട്ടത്തിൽ സംഭവിക്കുന്ന ഒരു ഭാഗമാണ്. പുറകിലേക്ക് വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. 37-ന്റെ പുറകിലേക്ക് വായിക്കുമ്പോൾ 30 ഇങ്ങനെ ആ വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. യേശു കർത്താവ്, നിങ്ങൾ ഇവിടെ ഇരിപ്പീൻ. കേട്ടോ, തിരസ്കരിക്കപ്പെടാൻ പോയപ്പോൾ, രൂപാന്തരപ്പെടാൻ പോയപ്പോൾ മറുരൂപമലയിൽ 3 പേരെ കൂട്ടി. മഹത്വം വെളിപ്പെടുത്താൻ പോയപ്പോൾ 3 പേരെ കൂട്ടി. ഇവിടെ മഹത്വമൊക്കെ കഴിഞ്ഞു. ഇവിടെ എന്താണ്? ഒരു ക്രൂശീകരണത്തിലേക്ക് പോകുകയാണ്. അവിടെയും 3 പേരെ സ്വർഗ്ഗം കൂട്ടി. മഹത്വം കാണാൻ വേണ്ടി മാത്രമല്ല നിന്നെ വിളിച്ചിരിക്കുന്നത്. ചില പ്രതിസന്ധികളിലൂടെ നീ കടന്നു പോകേണ്ടി വരും. പ്രതിസന്ധി ഉണ്ടെങ്കിൽ മഹത്വമുണ്ട്. പ്രതികൂലമുണ്ടെങ്കിൽ ഒരത്ഭുതമുണ്ട്. പ്രതിസന്ധിയും പ്രതികൂലവും ഇല്ലാത്ത നിനക്ക് അത്ഭുതത്തിന്റെ ആവശ്യമില്ല. ആർക്കുമില്ലാത്ത പ്രതികൂലങ്ങൾ നിനക്കുണ്ടെങ്കിൽ ആർക്കുമില്ലാത്ത ചില വിടുതലുകളും നിനക്കുണ്ട്. ആരുടെയും ജീവിതത്തിൽ വെളിപ്പെടാത്ത ചില മറുപടികളും നിന്റെ ജീവിതത്തിൽ വെളിപ്പെടാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കും. അപ്പം അവൻ തേജസ്കരണം കണ്ടവർ ക്രൂശീകരണം കാണാൻ പോകുകയാണ്.
എന്നാൽ എല്ലാവരും ക്രൂശീകരണത്തിൽ ഇല്ല. യേശുവിന്റെ ശിഷ്യനായ യോഹന്നാൻ മാത്രമല്ലാതെ മറ്റാരും ആ ക്രൂശീകരണം കാണുന്നില്ല. പ്രിയരെ, യേശുവിന്റെ മഹത്വം കണ്ടവന് യേശുവിനെ വിട്ടേച്ചു പോകാൻ സാധിക്കത്തില്ല. കാണേണ്ടതുപോലെ നീ അവനെ കാണണം, അറിയേണ്ടതുപോലെ നീ അവനെ അറിയണം. യേശുവിനെ അറിഞ്ഞെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, കണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാണേണ്ടതുപോലെ കണ്ടാൽ, അറിയേണ്ടതുപോലെ അറിഞ്ഞാൽ, രുചിക്കേണ്ടതുപോലെ രുചിച്ചാൽ നിത്യമായും ഉറപ്പായും നിന്റെ ജീവിതത്തിനകത്ത് അസാധാരണമായ അത്ഭുതങ്ങൾ വെളിപ്പെടുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കും. അപ്പൊ ഇവിടെ 26-37 നാം വായിച്ചപ്പോ യേശു കർത്താവ് ഗെത്സമനയിൽ ഇവരെ മൂവരെയും കൂട്ടിക്കൊണ്ടു പോകുകയാണ്. യേശു കുറച്ചും കൂടെ മുൻപോട്ട് എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. ഇവർ ഉറങ്ങിപ്പോയെങ്കിലും കർത്താവിന്റെ പ്രാർത്ഥന അതിശക്തമാണ്. പ്രതിസന്ധികളെ ജയിക്കുന്ന പ്രാർത്ഥന. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ചിലരോട് ഇടപെടുക. ഒന്ന്, നിങ്ങൾ യേശുവിനെ സ്നേഹിപ്പാൻ തയ്യാറാകണം. രണ്ട്, യേശുവിനെ സ്നേഹിക്കുന്നവരുടെ ജീവിതത്തിൽ മറ്റാരും കണ്ടിട്ടില്ലാത്ത ചില ദൈവപ്രവൃത്തികൾ കാണിപ്പാൻ ദൈവം അവനെ മാറ്റിക്കൊണ്ടു പോകും. അടുത്ത പദം എന്ന് പറയുന്നത് ആമേൻ സ്തോത്രം, ജീവിതത്തിലെ ചില പ്രതിസന്ധിയുടെ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ എന്ന് പറഞ്ഞാൽ ആമേൻ സ്തോത്രം, ആമേൻ ജീവിതത്തിന്റെ ചില പ്രതിസന്ധികൾ, യേശുവിനെ സ്നേഹിക്കുന്ന നിന്റെ ജീവിതത്തിൽ പ്രതിസന്ധികളുടെ ഘട്ടങ്ങളിലൂടെ നീ കടന്നു പോകുമ്പോൾ ആ പ്രതിസന്ധി നിന്നെ തകർക്കാനല്ല, മറിച്ച് ആ പ്രതിസന്ധിയുടെ നടുവിൽ ദൈവം നിന്നെ അത്ഭുതകരമായി കൊണ്ടുപോകുക. യേശു തന്റെ ശിഷ്യന്മാർക്ക് കാണിച്ചു കൊടുക്കുക, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഒറ്റ കാര്യം മാത്രം ചെയ്യുക, പ്രാർത്ഥിക്കുക. പ്രാർത്ഥിച്ചാൽ നിനക്ക് ജയിക്കാൻ കഴിയും. ഇന്ന് പകൽ ആരോടൊക്കെയോ പരിശുദ്ധാത്മ പറയുക, പ്രാർത്ഥിച്ചാൽ നിനക്ക് ചിലതിനെ ജയിക്കാൻ കഴിയും. ആമേൻ, ഹല്ലേലൂയ. നിന്റെ ഭവനത്തെ അസ്വസ്ഥപ്പെടുത്തുന്ന ദുഷ്ടശക്തികളുടെ മേൽ പ്രാർത്ഥിച്ചാൽ നിനക്കതിനെ ജയിക്കാൻ കഴിയും. പ്രാർത്ഥിച്ചാൽ നിനക്കൊരു വിടുതലുണ്ട്. പ്രാർത്ഥിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. ഇന്ന് പകൽ യേശുവിന്റെ ശിഷ്യന്മാർക്ക് കാണിച്ചു കൊടുക്കുക. ആമേൻ, അല്പസമയങ്ങളിലൂടെ കഴിയുമ്പോൾ, ചില മണിക്കൂറുകളിലൂടെ കഴിയുമ്പോൾ, രണ്ട് കള്ളന്മാരുടെ നടുവിൽ 3 ആടുകളുടെ മേൽ തന്നെ ക്രൂശിക്കും. പക്ഷെ അതല്ല, അതിലപ്പുറമായി പ്രതിസന്ധി വരുമ്പോൾ പരാജയപ്പെട്ടു പോകരുത്, തളർന്നു പോകരുത്, കരഞ്ഞുകൊണ്ടിരിക്കരുത്. പ്രതിസന്ധി വരുന്നു എന്നറിയുമ്പോൾ പ്രാർത്ഥനാമുറി തുറക്കുക. അവിടെ നിനക്കതിന്റെ മറുപടി ഉണ്ട്, അവിടെ നിനക്കതിന്റെ ഉത്തരവുണ്ട്. ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് പറയാം, ലോകത്തിന് പരിഹരിക്കാൻ പറ്റാത്ത നിരവധി വിഷയങ്ങൾക്കുള്ള മറുപടി നിന്റെ പ്രാർത്ഥനാമുറിയാന്ന് പറഞ്ഞാൽ ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് ആമേൻ പറയാൻ കഴിയും? നിന്റെ പ്രാർത്ഥനാമുറി പരിഹരിക്കപ്പെടാത്ത യാതൊരു പ്രയാസങ്ങളുമില്ല, യാതൊരു പ്രതിസന്ധികളുമില്ല. ശക്തിയോട് ഹല്ലേലൂയ പറഞ്ഞാട്ടെ. പ്രൈസ് ദി ലോർഡ്. യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായം 15-ാമത്തെ വാക്യം. ശീമോൻ പത്രോസും മറ്റൊരു ശിഷ്യനും യേശുവിന്റെ പിന്നാലെ ചെന്നു. ആ ശിഷ്യൻ മഹാപുരോഹിതന് പരിചയമുള്ളവനാകയാൽ യേശുവിനോടുകൂടെ മഹാപുരോഹിതന്റെ നടുമുറ്റത്ത് കടന്നു. ഇവിടെ 5-ാമത്തെ പദം മഹാപുരോഹിതനുമായി അടുപ്പമുള്ള യോഹന്നാൻ. ശിമോൻ പത്രോസും മറ്റൊരു ശിഷ്യൻ, അത് യോഹന്നാൻ തന്നെയാണ്. മറ്റാരും അവിടെ ഇല്ല, എല്ലാവരും മൂടി വിളിക്കപ്പെട്ടു. അവിടെ യേശുവിന്റെ പിന്നാലെ ചെന്നു. ആ ശിഷ്യൻ, ഏത് ശിഷ്യൻ? യോഹന്നാൻ മഹാപുരോഹിതനെ പരിചയമുള്ളവനാകിയാൽ യേശുവിനോടുകൂടി മഹാപുരോഹിതന്റെ അടുക്കലേക്ക് യേശുവിനെ കാണുവാൻ വേണ്ടി ചെല്ലുന്ന ഒരു സന്ദർഭമാണ്. ചില ഭാഗങ്ങൾ മത്തായി, മർക്കോസ്, ലൂക്കോസിൽ കാണാത്ത ക്രൂശീകരണവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ യോഹന്നാന്റെ സുവിശേഷത്തിലുണ്ട്. ശതാധിപന്റെ കാലറത്തിടുന്നതൊക്കെ യോഹന്നാന്റെ സുവിശേഷത്തിലാണ്. മറ്റു സുവിശേഷങ്ങൾ അത് കാണുന്നില്ല. കാരണം ക്രൂശീകരണം നേരിട്ട് കണ്ട ശിഷ്യന്മാരിൽ ഒരാൾ മാത്രമേ ക്രൂശീകരണം നേരിട്ട് കണ്ടിട്ടുള്ളൂ. അത് യോഹന്നാൻ അപ്പോസ്തലനാണ്. അപ്പം മഹാപുരോഹിതനുമായി അടുപ്പമുള്ളത് കൊണ്ട് യേശുവിനെ വീണ്ടെടുക്കുവാൻ വേണ്ടിയുള്ളൊരു ശ്രമത്തിന്റെ ഇടയിൽ ആണവൻ. പക്ഷേ ആ ശ്രമം പരാജയപ്പെടുകയാണ്. ദൈവത്തിന്റെ പദ്ധതി മറ്റൊന്നാണ്. ഇന്ന് പകൽ ചിലരോട് ദൈവാത്മാവ് ഇടപെടുകയാണ്. ഒരുപാട് ബന്ധങ്ങൾ, ഉയർന്ന ബന്ധങ്ങൾ നിനക്കുണ്ടായേക്കാം.
ഒരുപാട് പേരുമായി അടുപ്പം നിനക്കുണ്ടായേക്കാം. പക്ഷെ ചില പ്രതിസന്ധികളിൽ ആർക്കും നിന്നെ സഹായിക്കാൻ കഴിയാത്ത ചില മേഖലകൾ ജീവിതത്തിൽ വെളിപ്പെട്ടു വരും. അത് നിന്നെ തകർത്ത് കളയാനല്ല, മറിച്ച് ആ വിഷയത്തിനകത്ത് അങ്ങനെ മറുപടി നൽകാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. മറിച്ച് ദൈവത്തിന്റെ മഹത്വം അവിടെ ഇറങ്ങാൻ വേണ്ടിയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് മാനുഷികമായി ഇടപെട്ടാലും പ്രശ്നം പരിഹരിക്കപ്പെടാത്തതിന്റെ കാരണം ദൈവം നിശ്ചയിച്ച മറുപടിയെ നിന്റെ പ്രാർത്ഥനാ ജീവിതത്തിനകത്ത് വെളിപ്പെടുത്തുള്ളൂ. ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് പറയാം, മാനുഷികമായി വിഷയങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നത് താൽക്കാലികമാണ്, അത് അധിക നാൾ വാഴത്തില്ല. എന്നാൽ ദൈവം നിനക്കൊരു വിടുതൽ തന്നാൽ അത് നിത്യമായുള്ള വിടുതലാണ്, അത് നിത്യമായുള്ള വിടുതലാണ്. ആ വിടുതൽ ആർക്കും എടുത്തു കളവാൻ കഴിയുകയില്ല. ഒരു വൈദ്യന്റെ അടുക്കൽ ചെന്നാൽ ഒരുപക്ഷെ ആ വൈദ്യൻ പറഞ്ഞേക്കാം, ഈ മരുന്ന് നിന്റെ സ്തോത്രം ശരീരത്തിൽ ഉണ്ടാകുന്ന അസ്വസ്ഥതകൾക്കുള്ള മരുന്നുകൾ അദ്ദേഹം കുറിച്ചു തന്നിട്ട് പറഞ്ഞേക്കാം, ഒരുപക്ഷെ ഈ മരുന്നുകൾ മരണം വരെ കഴിക്കണമെന്ന്. അത്ര പറയാനേ ആ വൈദ്യനെയും കൊണ്ട് കഴിയത്തുള്ളൂ. എന്നാൽ യേശുവിന്റെ അടുക്കലേക്ക് ഒരു മനുഷ്യൻ വന്നാൽ കൂടെ കൂടെ യേശുവിന്റെ അടുക്കൽ വന്ന് സൗഖ്യം വാങ്ങിച്ചുകൊണ്ട് പോകേണ്ടി വരികയില്ല. ഒറ്റ തവണ തന്നെ അവന്റെ സൗഖ്യം അവന്റെ മേൽ വെളിപ്പെട്ടു കഴിയും. ആ സൗഖ്യം പൂർണ്ണമാണ്, അതിനകത്തൊരു പൂർണ്ണതയുണ്ട്. ആർക്കും ആ സൗഖ്യം അവരിൽ നിന്നും എടുത്തു കളയാൻ കഴിയത്തില്ല. ആ സൗഖ്യമാണ് അവനെ മുൻപിലേക്ക് നയിക്കുന്നത്. 19-ാം അധ്യായം 15-ാം വാക്യം ഒന്ന് വായിച്ചേ. അവനെ ക്രൂശിക്ക എന്ന് നിലവിളിച്ചു. നിങ്ങളുടെ രാജാവിനെ ഞാൻ ക്രൂശിക്കണമോ എന്ന് ചോദിച്ചു. അപ്പം ഈ ഭാഗങ്ങളെല്ലാം വ്യക്തമായി എഴുതണമെങ്കിൽ ക്രൂശിന്റെ അടുത്ത് തന്നെ ആര് നിപ്പുണ്ട്? നമ്മുടെ യോഹന്നാൻ നിപ്പുണ്ട്. കണ്ടോ, ക്രൂശിനോട് ചേർന്നിരിക്കുന്ന യോഹന്നാൻ. മാർവോട് ചേർന്ന് കിടന്നവനെ പിടിച്ചുകൊണ്ടുപോയപ്പോഴും അവന്റെ പിന്നാലെ പിൻപറ്റി എന്തും വരട്ടെ എന്ന ഉറപ്പോടെ ബലത്തോടെ അവന്റെ പിന്നാലെ പിൻപറ്റി ക്രൂശോളം എത്തിയ ശിഷ്യൻ. അവന് വിട്ടുപിരിയാൻ കഴിയാത്ത ഒരാത്മബന്ധമാണ് യേശുവുമായി യോഹന്നാൻ സ്ഥാപിച്ചെടുത്തു. ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് ദൈവസഭയോട് ദൈവജനത്തോട് ഓർമ്മിപ്പിക്കുക, വിട്ടുപിരിയാൻ കഴിയാത്ത ഒരാത്മബന്ധം യേശുവുമായി നമുക്ക് ഉണ്ടായിരിക്കണം. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 26-27 വാക്യങ്ങളൊന്ന് വായിച്ചേ. യേശു തന്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും നിൽക്കുന്നത് കണ്ടിട്ട്, സ്ത്രീ ഇതാ നിന്റെ മകൻ എന്ന് അവരോട് പറഞ്ഞു. ആ നാഴിക മുതൽ ആ ശിഷ്യൻ അവളെ വീട്ടിലേക്ക് കൈകൊണ്ടു. ആ ശിഷ്യൻ എന്ന് ഇവിടെ പറഞ്ഞത് യോഹന്നാനെ തന്നെയാണ്. അപ്പം യോഹന്നാൻ അന്നാണ് മറിയെ തന്റെ ഭവനത്തിലേക്ക് സ്വീകരിക്കുന്നത്. യേശു കർത്താവ് ക്രൂശോളം ചേർന്ന് കിടന്ന് എല്ലാവരും ഒറ്റപ്പെട്ടപ്പോൾ, എല്ലാവരും തന്നെ ഒറ്റപ്പെടുത്തിയപ്പോൾ, എല്ലാവരും ഓടി ഒളിച്ചപ്പോൾ മാർവോട് ചേർന്ന് കിടക്കുന്നവന് മാത്രം അവന്റെ സന്നിധിയിൽ നിന്നും മാറാൻ കഴിഞ്ഞില്ല. ചിലർ ഇതുപോലെയാണ്, ചിലർ കൂടെ നടക്കും, ചിലർ കൊണ്ട് നടക്കും, ചിലർ മാറോട് ചേർന്ന് കിടക്കും. കൂടെ നടക്കുന്നവരും കൊണ്ട് നടക്കുന്നവരും പ്രതിസന്ധി വരുമ്പോൾ തകർന്നു പോവും, യേശുവിനെ വിട്ടേച്ച് പല മാർഗങ്ങളിലേക്ക് പോകും. പക്ഷേ ചേർന്ന് കിടക്കുന്നവൻ ഇയ്യോബിനെ പോലെ പറയും, എന്തെല്ലാം സംഭവിച്ചാലും യേശുവിൽ നിന്നും പിന്മാറാൻ ഭക്തൻ തയ്യാറാകത്തില്ല. കാരണം ഇന്നലകൾ കണ്ടവരുടെ ദൈവവുമായുള്ള ബന്ധം പോലെ അല്ല ഈ ഭക്തനുള്ളത്. അതിൽ അപ്പുറമായി അസാധാരണമായി ആഴത്തിലൊരു ബന്ധം ഈ ഭക്തന് ദൈവവുമായിട്ടുണ്ട്. വേണമെങ്കിൽ ഇയ്യോബിന് ദൈവത്തെ തിരിച്ചു കളയാമായിരുന്നു. ദൈവത്തിന് ഹല്ലേലൂയ, ദൈവത്തോടുള്ള പ്രാർത്ഥന ഇയ്യോബിന് നിർത്താമായിരുന്നു. ജീവിതത്തിൽ വന്ന പ്രതിസന്ധികളുടെ നടുവിൽ അവൻ ആ പ്രാർത്ഥന നിർത്താതെ അവൻ മുൻപോട്ടോടുകയാണ്. എന്തിനാണ് മുൻപോട്ടോടുന്നത്? അവൻ കൂടെ നടക്കുന്നവനല്ല, കൊണ്ട് നടക്കുന്നവനല്ല, ദൈവഹൃദയത്തിന്റെ താല്പര്യം തിരിച്ചറിഞ്ഞവനാണ്. അതിലപ്പുറം വിട്ടുപിരിയാൻ കഴിയാത്ത ഒരാത്മബന്ധം സ്ഥാപിച്ചവനാണ്. ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളുടെ സകല വിഷയത്തിലുള്ള പരിഹാരം യേശുവുമായിട്ടുള്ള ആഴത്തിലുള്ള ബന്ധമാണ്. ആ സ്നേഹബന്ധത്തിലേക്ക് വരുവാൻ ദൈവാത്മാവ് ആഹ്വാനം ചെയ്യുക. 20-ാം അധ്യായം 3-4 വാക്യങ്ങൾ വേഗത്തിൽ പോകുകയാണ്. അതുകൊണ്ട് പത്രോസും മറ്റേ ശേഷം പുറപ്പെട്ട
ഇരുവരും ഒന്നിച്ചോടി. കണ്ടോ, മറ്റേ ശിഷ്യൻ യോഹന്നാൻ പത്രോസിനേക്കാൾ വേഗത്തിലോടി. കണ്ടോ, തേജസ് രൂപാന്തരപ്പെടുന്നത് കണ്ടവനാ. ക്രൂശിന്റെ അറ്റത്തോളം നടന്നു വന്നവനാ. ഗെത്സമനയിലെ വേദന കണ്ടവനാ. മഹാപുരോഹിതനോട് അപേക്ഷിച്ചവനാ. പക്ഷെ ഇവിടെ കണ്ടോ, മൂന്നാം നാൾ കല്ലറയ്ക്കലേക്ക് ഓടിയെത്തുകയാണ്. പത്രോസും യോഹന്നാനും ഒന്നിച്ചാ നടന്നു വരുന്നത്. പക്ഷേ പത്രോസിനേക്കാൾ വേഗത്തിൽ യോഹന്നാൻ പോകുകയാണ്. അവരെന്താ സംഭവിച്ചെന്നറിയാനുള്ള തിടുക്കം. അവരെന്താ സംഭവിച്ചെന്നറിയാനുള്ള തിടുക്കം. കേട്ടോ, പത്രോസിനേക്കാൾ വേഗത്തിൽ യോഹന്നാൻ ഓടുകയാണ്. മാർവോട് ചേർന്ന് കിടന്നവനല്ലേ, വിട്ടുപിരിയാൻ കഴിയാത്ത ആത്മബന്ധത്തിന് ഉടമസ്ഥനല്ലേ. അങ്ങനെ മറന്നു കളയാൻ കഴിയത്തില്ല. അങ്ങനെ വേർവിട്ടു പോകാൻ യോഹന്നാനെ കൊണ്ട് സാധിക്കത്തില്ല. ആമേൻ, ഹല്ലേലൂയ. ശിഷ്യന്മാർ വാർത്ത അറിഞ്ഞപ്പോൾ തന്നെ യോഹന്നാൻ അതിവേഗം ഓടുകയ. തന്റെ ആത്മനാഥൻ എന്താണ് സംഭവിച്ചത്, യേശുവിന് എന്താണ് സംഭവിച്ചതുണ്ടോ, കല്ലറയിൽ ആദ്യം ഓടിയെത്തുകയാ. വിഷയങ്ങൾ അറിഞ്ഞപ്പോൾ ആദ്യം കല്ലറയിൽ ഓടിയെത്തുകയാ. ഇന്ന് പകൽ മറന്നു പോകരുത്. വിഷയങ്ങൾക്കപ്പുറമായി പരിവർത്തിക്കാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ വിഷയം എത്ര പഴക്കം ചെന്നതാണെങ്കിലും, നിന്റെ വിഷയം എത്ര വലുതാണെങ്കിലും അതിലപ്പുറമായി അവൻ പരിവർത്തിക്കാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. ഇവിടെ നിന്നുകൊണ്ട് ഞാൻ നിങ്ങൾക്കൊരു ദൂത് കൈമാറാം. യേശുവിന്റെ കല്ലറയ്ക്കൽ യോഹന്നാൻ ആദ്യം ഓടിയെത്താൻ ഒരു കാരണമുണ്ട്. എന്താണെന്നറിയാമോ? യേശു പറഞ്ഞു, മൂന്നാം നാൾ ഞാൻ ഉയർക്കും. ആ ഉയർപ്പ് കാണുവാൻ വേണ്ടിയാണ് യോഹന്നാന്റെ ഹൃദയം കൊതിച്ചത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മാനുഷികമായ വാക്കുകളെക്കാൾ അപ്പുറമായി ദൈവ ശബ്ദത്തിന് വില കൊടുത്തിരുന്നു. ഇന്ന് പകൽ ചിലരോട് ദൈവാത്മാവ് ഇടപെടുക. ദൈവ ശബ്ദത്തിന് വില കൊടുത്താൽ നീ മാനിക്കപ്പെടും. ദൈവാലോചനയ്ക്ക് വില കൊടുത്താൽ നീ പട്ടണത്തിൽ ഉയർത്തപ്പെടും. ഇന്ന് പകൽ ദൈവ ശബ്ദത്തിന് വേണ്ടി വില കൊടുക്കുക. ഹല്ലേലൂയ. അപ്പൊ ഓടിയെത്തിയതിന്റെ കാരണം യേശു പറഞ്ഞത് യോഹന്നാന്റെ അകത്തളങ്ങളിൽ കിടന്ന് ചലിക്കുകയാ. ആമേൻ, ഹല്ലേലൂയ. എന്താ സംഭവിച്ചതെന്ന് അറിയണം. ആമേൻ, ഓടിയെത്തുകയാണ് കർത്താവ്. ആമേൻ, കല്ലറയ്ക്കൽ എന്താണ് സംഭവിച്ചതെന്നറിയാൻ. ആമേൻ, ആമേൻ. കേട്ടോ, ഹൃദയത്തിനകത്ത് വചനത്തെ കൈക്കൊള്ളുന്നവൻ, യേശുവിന്റെ ശബ്ദത്തെ മറക്കാതെ ഹൃദയത്തിനകത്ത് ഓർത്തെടുക്കുന്നവൻ, ഇന്ന് പകൽ ദൈവശബ്ദത്തിന് വേണ്ടി ഓടുവാൻ തയ്യാറാകുക. ദൈവത്തെ സ്നേഹിക്കുന്നവർ ദൈവശബ്ദത്തിന് വേണ്ടി നിലനിൽക്കും. ദൈവത്തെ സ്നേഹിക്കുന്നവർ ദൈവ ശബ്ദത്തിന് വില കൊടുക്കും. യേശുവിനെ സ്നേഹിക്കുന്നവർ യേശുവിന്റെ ശബ്ദത്തിന് വേണ്ടി ഓടുവാൻ തയ്യാറാകും. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 9-ാം വാക്യം. അതുകൂടെ പറഞ്ഞ വാക്കുകളെ നിർത്തുകയാണ്. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 9-ാം വാക്യം. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 9-ാം വാക്യം. നിങ്ങളുടെ സഹോദരനും യേശുവിന്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയുമായ യോഹന്നാൻ എന്ന ഞാൻ ദൈവവചനവും യേശുവിന്റെ സാക്ഷ്യവും നിമിത്തം പത്മോസ് എന്ന ദ്വീപിലായിരുന്നു. കേട്ടോ, പത്മോസ് എന്ന ദ്വീപിൽ കിടന്നുകൊണ്ട് വെളിപ്പാട് പുസ്തകത്തിന്റെ ആരംഭ ശിലകൾ എഴുതി തുടങ്ങുകയാണ്. അവിടെ വെച്ച് പറയുകയാണ്, നിങ്ങളുടെ സഹോദരനും യേശുവിന്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയുമായ യോഹന്നാൻ എന്ന ഞാൻ ദൈവവചനവും യേശുവിന്റെ സാക്ഷ്യവും നിമിത്തവും പത്മോസ് എന്ന ദ്വീപിലേക്ക് നാട് കടത്തപ്പെട്ടു. കണ്ടോ, എങ്ങനെയാണ് നാട് കടത്തപ്പെട്ടതെന്ന് യോഹന്നാൻ പറയുക. പത്മോസിലേക്ക് ഞാൻ നാട് കടത്തപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇനിയും എഴുതുന്നത് പത്മോസിൽ ഇരുന്നുകൊണ്ടാണ് ഞാൻ സഭയ്ക്ക് ദൂതറിയിക്കുന്നത്. ദൈവം എന്നോട് പറയുന്ന ഈ ആലോചന ഞാൻ പങ്കുവെക്കുന്നത്. പക്ഷേ ഇവിടെ പറയുന്ന ഒരു പദം വളരെ പ്രാധാന്യമേറിയതാണ്. ഞാൻ ദൈവവചനവും യേശുവിന്റെ സാക്ഷ്യവും നിമിത്തം പത്മോസ് എന്ന ദ്വീപിലായി. അപ്പം യേശുവിനെ കുറിച്ച് നല്ല സാക്ഷ്യവും വചനവും കയ്യിലുള്ളവർ പത്മോസിന് സമാനമായ പ്രതിസന്ധികളിലൂടെ കടന്നുപോകും. വാസ്തവമാണ്. പക്ഷേ പത്മോസ് ഒരിക്കലും ഒരു ഭക്തനെയും തകർക്കാൻ സാധിക്കത്തില്ല. ഒരു ഭക്തനെയും പത്മോസിന് തകർക്കാൻ കഴിയത്തില്ല. പത്മോസിന്റെ ശക്തികൾ മുഴുവനും ഇളകിയാലും ഒരു ഭക്തനെ ഒടുക്കിക്കളയാൻ കഴിയത്തില്ല.
കാരാഗ്രഹത്തിനകത്ത് പൗലോസെ നിന്നെ കൊണ്ടിട്ടാലും, കാരാഗ്രഹ ശക്തികൾ മുഴുവനും നിനക്കെതിരായാലും, കാരാഗ്രഹത്തിന്റെ ശക്തിക്ക് നിന്നെ തൊടാൻ സാധ്യമല്ല. നിന്റെ മേലൊരു വാഗ്ദത്തമുണ്ട്. സഹോദരങ്ങൾക്ക് നിന്നെ പൊട്ടക്കിണറ്റിൽ കൊണ്ടിടാനേ കഴിയത്തുള്ളൂ. എന്നാൽ പൊട്ടക്കിണറിന്റെ ശക്തികൾക്ക് നിന്നെ ജയിക്കാൻ കഴിയത്തില്ല. പൊട്ടക്കിണർ എന്ന് പറയാൻ ഒരു ദൂതുണ്ട്. അനേകരെ കൊന്നതാണ്, അനേകരെ ഇല്ലാതാക്കിയതാണ്, അനേകരുടെ പേരുകളെ കളങ്കപ്പെടുത്തിയതാണ്, അനേകരെ അവൻ കൊന്നുകളഞ്ഞതാണ് അവൻ. പക്ഷേ അവൻ വാഗ്ദത്തമുള്ളവരെ കൊല്ലുവാൻ ഒരു പൊട്ടക്കിണറിന്റെ ശക്തികൾക്കും സാധ്യമല്ല. പത്മോസിലാണ് നീ കിടക്കുന്നതെങ്കിലും ദൈവവചനവും ക്രിസ്തുവിന്റെ സാക്ഷ്യം നിമിത്തമാണ് നീ അവിടെ എത്തപ്പെട്ടത്. ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് പറയാം, യേശുവിനെ സ്നേഹിക്കുന്ന ദൈവജനമേ, അവൻ പ്രാർത്ഥിച്ചത് നിമിത്തം, അവൻ ആരാധിച്ചത് നിമിത്തം, ദൈവത്തെ സ്നേഹിച്ചത് നിമിത്തം ജീവിതത്തിൽ വരുന്ന ഏതെങ്കിലും പത്മോസിന് സമാനമായ പ്രതിസന്ധികൾ നിന്നെ തകർത്ത് കളയത്തില്ല. മറിച്ച് അതിലപ്പുറമുള്ള ഒരു വിശാലതയിലേക്ക്, ദൈവപ്രവൃത്തിയിലേക്ക് പരിശുദ്ധാത്മാവ് നിന്നെ കൊണ്ടുപോകും. പത്മോസിന് നിന്നെ തകർക്കാനുള്ള സ്ഥലമല്ല പത്മോസ്. മോശയുടെ മുമ്പിൽ ചെങ്കടൽ പിളർക്കപ്പെട്ടതുപോലെ നിന്റെ മുമ്പിൽ വാഗ്ദത്തമുള്ള നിന്റെ മുമ്പിൽ പത്മോസിന് വഴി തന്നേ പറ്റൂ. പത്മോസിന് നിന്നെ കീഴടപ്പാൻ സാധ്യമല്ല. ഇന്ന് പകൽ ആരോടൊക്കെ ദൈവാത്മാവ് പറയുക, ക്രിസ്തുവിന്റെ വചനവും ദൈവത്തിന്റെ സാക്ഷ്യവും നിമിത്തം നിങ്ങൾ നേരിടുന്ന പ്രതിസന്ധി അത് താൽക്കാലികമാണ്. അത് നിങ്ങളെ തകർത്ത് കളയത്തില്ല. മറിച്ച് അതിന്റെ നടുവിൽ നിങ്ങൾക്കൊരു വഴി തുറക്കാൻ പോകുകയാണ്. ഇന്ന് പകൽ എത്ര പേർ അത് വിശ്വസിക്കുന്നു? എന്റെ ജീവിതത്തിൽ യേശുവിനെ അറിഞ്ഞ നിമിത്തം ഞാൻ നേരിട്ട പ്രതിസന്ധികൾ, പ്രതികൂലങ്ങൾ, അതിനകത്ത് ശത്രുവിനെ കല കാണിക്കാതെ, അതിനകത്ത് ശത്രു എനിക്കൊരു വിശാലത നൽകാതെ എന്നെ വല്ലാതെ ബന്ധിച്ചിരിക്കുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ ഇവിടെ എത്തിയതിന്റെ കാരണം എന്റെ യേശു നിമിത്തമാണെങ്കിൽ ഇവിടെ എനിക്കൊരു വഴി തുറക്കും. അതേക്കുറിച്ച് ഈ മരുഭൂമിയിൽ നിന്റെ വഴികൾ തുറക്കപ്പെടും. ആരോടൊക്കെ ദൈവാത്മാവ് പ്രവചിക്കുക, ഈ കൂരിരട്ടിൽ ദൈവം നിനക്കൊരു വഴി തുറക്കാൻ പോകുക. ഈ പ്രതിസന്ധിക്കകത്ത് ദൈവം നിനക്കൊരു വഴി തുറക്കാൻ പോകുക. ഈ പത്മോസ് അടിച്ചമർത്തപ്പെട്ടവരുടെ സ്ഥലമല്ല, വാഗ്ദത്തമുള്ളവന് വേണ്ടി വഴി മാറുന്ന സ്ഥലം. യെസ്, ഒരു യോദ്ധാൻ വാഗ്ദത്തമുള്ളവന് വേണ്ടി വഴി മാറി ഒഴുകിയെങ്കിൽ നീ അനുഭവിക്കുന്ന പത്മോസിന് സമാനമായ പ്രതിസന്ധി വാഗ്ദത്തമുള്ള നിനക്ക് വേണ്ടി വഴി മാറാൻ പോകുന്നു. ചിലത് വഴിമാറാൻ പോകുക. നീ അഭിമുഖീകരിച്ച പ്രതിസന്ധി വഴിമാറാൻ പോകുക. നീ കരഞ്ഞ കണ്ണത് നിന്നെ കരയിപ്പിച്ചവർ വഴിമാറാൻ പോകുക. നിന്റെ വഴികൾ അടച്ചത് വഴിമാറാൻ പോകുക. ഇത് വാഗ്ദത്തത്തിന്റെ സമയമാണ്. വാഗ്ദത്തമുള്ള നിന്നെ ഒതുക്കാൻ ഒരു പത്മോസിന്റെ ശക്തികൾക്ക് സാധ്യമല്ല. ഇന്നു പകൽ ചിലർ പുറത്തു വരുന്ന പകലാണ്. ഈ സന്ദേശം നിങ്ങളുടെ കാതുകളിൽ മുഴങ്ങുമ്പോൾ ഹൃദയത്തെ ബന്ധിച്ച ബന്ധനങ്ങൾ അഴിയുക. ചിലർ ഇന്ന് പകൽ പുറത്തു വരിക. ചിലർ ദൈവ സാന്നിധ്യത്തിലേക്ക്, ദൈവ ശക്തിയിലേക്ക് മടങ്ങി വരിക. ഇന്ന് പകൽ എത്ര പേർ വിശ്വസിക്കുന്നു? ദൈവവചനത്തിന് ബന്ധനമില്ല. ഈ വചനം അങ്ങോട്ട് റിലീസ് ആക്കപ്പെട്ടാൽ അസാധാരണമായ മഹത്വം നീ കാണും. സാധാരണമായ മഹത്വം നീ കാണും. യേശുവിന്റെ 12 ശിഷ്യന്മാരിൽ ഒരുവൻ കെട്ടിഞ്ഞാന്ന് ചത്തുകളഞ്ഞു, യൂദ. ബാക്കി 11 പേരുടെയും ഒരുവന്റെ കുറവ് തീർക്കുവാൻ വേണ്ടി മത്തിയാസിനെ ചീട്ടിട്ട് തിരഞ്ഞെടുത്തു. ഈ 12 പേരിൽ 11 പേരും വാളിനാൽ കൊല്ലപ്പെട്ടും ഗദ കൊണ്ട് അടിച്ചു കൊന്നും ആമേൻ സ്തോത്രം ക്രൂരമായ പീഡനങ്ങളിൽ എക്സാരത്തിലുള്ള ക്രൂശിൽ തലകീഴായി ക്രൂശിച്ചൊക്കെ മരിച്ചപ്പോൾ യോഹന്നാൻ മാത്രം നല്ലൊരു മരണം നേടി. യോഹന്നാൻ മാത്രം പ്രായം ചെന്നവനായി വൃദ്ധനായി മരിക്കുവാനിടയായി തീർന്നു. പത്മോസിൽ ചെല്ലുമ്പോൾ പത്മോസ് അല്ല നിന്നെ നിയന്ത്രിക്കേണ്ടത്, നിന്റെ മേലുള്ള അഭിഷേകം പത്മോസിനെ നിയന്ത്രിക്കണം. ഒരു പടി കൂടെ കയറി പറഞ്ഞാൽ, വിളിയുള്ള പൗലോസേ, കാരാഗ്രഹം നിനക്ക് വേണ്ടി തുറക്കപ്പെട്ടിരിക്കുകയാണ്. ഈ പ്രസംഗം കഴിയുമ്പോൾ നിന്നെ കൊണ്ടിരുന്നത് കാരാഗ്രഹത്തിന്റെ അകത്തളങ്ങളിലേക്കാണ്. ഒരു കാരാഗ്രഹം നിനക്ക് വേണ്ടി തുറക്കപ്പെട്ടിരിക്കുകയാണ്. പക്ഷേ അഭിഷേകമുള്ള, വിളിയുള്ള, ദൈവകൃപയുള്ള, ആത്മനിറവുള്ള പൗലോസിന് ഒരു കാര്യം അറിയാം.
കാരാഗ്രഹത്തിന്റെ വാതിൽ തുറക്കപ്പെട്ടാൽ ഞാൻ കാരാഗ്രഹത്തിൽ കിടക്കാൻ തയ്യാറാണ്. എന്താ കാരണം? ഒറ്റ കാരണം, കാരാഗ്രഹത്തിൽ ഞാൻ കിടന്നാൽ കാരാഗ്രഹം അല്ല എന്നെ നിയന്ത്രിക്കുന്നത്, എന്റെ മേൽ പകരപ്പെട്ടത് കാരാഗ്രഹത്തെ നിയന്ത്രിക്കാൻ പോവുക. കേട്ടോ, അന്ന് വരെ സംഭവിക്കാത്ത ഒരു തലം അവിടെ തുറക്കപ്പെടുക. അന്ന് വരെ കാരാഗ്രഹം പടയാളികളെ നിയന്ത്രിച്ചു. കാരാഗ്രഹം ആമേൻ സ്തോത്രം അവിടെ വരുന്നവരെ അവൻ നിയന്ത്രിച്ചു. ആമേൻ പൗലോസിനെയും ശീലാസിനെയും കാരാഗ്രഹം നിയന്ത്രിക്കാൻ വന്നപ്പോൾ പൗലോസ് പറഞ്ഞു, അല്ലല്ല, ഞങ്ങൾ ബന്ധിക്കപ്പെട്ടവരല്ല, ഞങ്ങൾ ബന്ധനങ്ങളെ അഴിക്കുന്നവരാണ്. ആമേൻ, ഞങ്ങൾ ബന്ധിക്കപ്പെട്ടവരല്ല, ഞങ്ങൾ ബന്ധനങ്ങളെ അഴിക്കുന്നവരാണ്. കാരാഗ്രഹത്തിന്റെ ശക്തിയെ നിങ്ങൾ അല്ല ഞങ്ങളെ നിയന്ത്രിക്കേണ്ടത്, ഞങ്ങളുടെ മേൽ പകരപ്പെട്ടതിലൂടെ ചലിപ്പിക്കാൻ പോകുക. ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് പറയാം, അകത്ത് പകർന്നത് പുറത്തേക്ക് ഒഴുകാൻ തുടങ്ങുന്നപ്പോൾ തന്നെ വാതിലുകൾ തുറന്നു വന്നെങ്കിൽ, തന്നെ വഴികൾ അവന് മുമ്പായി തുറന്നു വന്നെങ്കിൽ, തന്നെ അത്ഭുതങ്ങൾ സംഭവിച്ചെങ്കിൽ ഇന്ന് പകൽ എത്ര പേർ വിശ്വസിക്കും? അവൻ കാരാഗ്രഹത്തിന്റെ ശക്തിയല്ല എന്നെ നിയന്ത്രിക്കുന്നത്, എന്റെ മേൽ പകരപ്പെട്ട ഈ അഭിഷേകം കാരാഗ്രഹത്തെ നിയന്ത്രിക്കാൻ പോവുകയാണ്. നിന്റെ മേൽ പകരപ്പെട്ട അഭിഷേകം കാരാഗ്രഹത്തെ നിയന്ത്രിക്കാൻ തുടങ്ങിയാൽ പിന്നെ അതുവരെ സംഭവിക്കാത്തത് സംഭവിക്കും. പ്രമാണി വരും, നിന്നോട് ചോദിക്കും, രക്ഷ പ്രാപിപ്പാൻ എന്തു ചെയ്യണം? ആരാ ചോദിക്കുന്നതെന്നറിയാം? നിന്നെ പൂട്ടിയവനാ, നിന്റെ വാതിൽ അടച്ചവനാ, നിന്റെ കൈകളും കാലുകളും പൂട്ടിയവനാ ചോദിക്കുന്നത്, രക്ഷ പ്രാപിപ്പാൻ എന്ത് ചെയ്യണം? ഇന്ന് മകൾ എത്ര പേർ വിശ്വസിക്കുന്നു? സാഹചര്യങ്ങളുടെ അകത്തളങ്ങളിൽ, പ്രതിസന്ധിയുടെ അകത്തളങ്ങളിൽ ശത്രു നിനക്ക് വേണ്ടി വിരിക്കുന്ന വലക്കകത്ത് അറിഞ്ഞോ അറിയാതെയോ നീ അകപ്പെട്ട് കഴിയുമ്പോൾ അയ്യോ എല്ലാം തീർന്നല്ലോ എന്നല്ല, മറിച്ച് എന്റെ മേലുള്ള അഭിഷേകത്തിന് ഈ പ്രതിസന്ധിക്കകത്ത് എന്ത് ചെയ്യാൻ കഴിയും? അത് നിന്റെ മേലിൽ നമുക്ക് ഒഴുകാൻ തുടങ്ങിയാൽ അത്ഭുതങ്ങൾ നീ കാണും. ഇന്ന് പകലിൽ ചില പ്രതിസന്ധികൾ വഴിമാറാൻ പോകുക. ചില യോദ്ധാലുകൾ നിന്നെ തകർത്തുകൊണ്ട് പോകത്തുള്ളത് വാദിക്കുന്ന ചില വാദഗതികൾ ഗതി മാറി ഒഴുകാൻ തുടങ്ങിയ, ചിലർക്ക് വേണ്ടി വഴികൾ തുറക്കപ്പെടുന്നു, ചിലർക്ക് വേണ്ടി അത്ഭുതങ്ങൾ ഇന്ന് പകൽ വചനത്തിന്റെ ശക്തിയാൽ ഇവിടെ റിലീസാക്കപ്പെടുകയാണ്. എത്ര പേർ വിശ്വസിക്കുന്നു യേശുവിനും നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യും? എല്ലാ കണ്ണുകളും ദൈവസ്ഥലടഞ്ഞാണ്.